പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് പാകിസ്ഥാനി ചിക്കൻ കറിയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ചിക്കൻ കറിയൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തതയോട് കൂടിയിട്ടാണ് ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ചൂടായ കടായിയിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ മെൽട്ടായി വരുമ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇനി ഈ ഒരു ചിക്കന് ബട്ടറിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ആദ്യം ഒരു 2 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കണം. ഈ ഒരു ബട്ടർ ചേർക്കുന്നത് കൊണ്ട് തന്നെ ചിക്കൻ കറിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരു 3-4 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 2 വലിയ സവാള കട്ട് ചെയ്തതും 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് സവാളയൊക്കെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. സാധാരണ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷമാണ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പാകിസ്ഥാനി ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തത്. തക്കാളി എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു തക്കാളിയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ വരെ ചെറിയ ജീരകം പൊടിച്ചത്. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നമ്മൾ ഇതുവരെ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. ഇനി മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5-8 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അടച്ച് വെക്കുന്ന സമയത്ത് ഇടയ്ക്കിടെ തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഞാനിതിപ്പോൾ 3 തവണ ഇടയ്ക്കിടെ തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേനു. ഇതിപ്പോൾ ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ വരെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബട്ടറിലൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഫ്രഷ് ക്രീമാണ്. 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ചേർക്കുന്ന സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ വിട്ടുപോയി കേട്ടോ. ചേർത്തതിന് ശേഷമാണ് ക്യാമറ ഓൺ ആയിട്ടില്ല എന്ന് മനസ്സിലായത്.
ഇനി എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി അവസാനമായിട്ട് ചെറിയൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ ഇതിലോട്ടൊരു ചെറിയ പീസ് ബട്ടർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ആ ഒരു ബട്ടർ മെൽട്ടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. ഞാനിതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ചോറിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.